ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഷവർമ്മയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളൊന്ന് ഓപ്ഷൻ അമർത്തണം. എന്നാൽ തന്നെ ഞാനിടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു സ്പൂണ് ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്തിട്ട് മാവിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനൊരു വേറൊരു ബൗളിൽ അര കിലോ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മിക്സ് ചെയ്തതിനിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചും കൂടി ലൂസ് വേണം. അപ്പോൾ നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കണതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സ്മൂത്തായിട്ട് ഉണ്ടാവുക കുബ്ബൂസ്. അതുമായി നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് എണ്ണ തടവി വെച്ച് അതിലേക്ക് ഞാൻ ഈ കുഴച്ച മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മാവ് ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു പേപ്പറിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. 1/4 കിലോ ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അര സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാബേജ് നോക്കി വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, പിന്നെ 2 ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം വേവണ്ട, കുറച്ച് വെന്താന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാനാണ്. അപ്പോൾ അത് വേഗം ഫ്രൈ ചെയ്തെടുത്ത് തരാം. അപ്പോൾ ആ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചയിലാണ് ഇതൊക്കെ ഇടുക ഷവർമ്മയിൽ. പക്ഷേ ഞാനൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തുള്ളി എണ്ണ ഒഴിച്ചിട്ട് എല്ലാ വെജിറ്റബിളും ഒന്ന് പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഷവർമ്മ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പച്ച ആകുമ്പോൾ കടിക്കുമ്പോൾ ഒരു വ്യത്യാസം വരും, അതുകൊണ്ടാണ്. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെല്ലാം. നമുക്കതിലേക്ക് ഇനി മയോണീസ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതെല്ലാം ഇളക്കി കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം അതിലേക്ക് മയോണീസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. പിന്നെ ഞാൻ മാവ് ഇതാ കണ്ടില്ലേ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. വേണ്ട നല്ല ഇതായിട്ടുണ്ട്. അതിൻ്റെ ബൗൾസൊക്കെ കളഞ്ഞ് അതിൻ്റെ എയറെല്ലാം കളഞ്ഞിട്ട് നമുക്കിനി ഉരുളകളാക്കി എടുക്കാം. ഞാനിത് നീളത്തിലാക്കിയിട്ട് ഒരു 10 പീസാക്കുന്നുണ്ട്, 10-12 പീസാക്കുന്നുണ്ട്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷവർമ്മയാണ്. വീട്ടിൽ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാം നമുക്ക്. റെസ്റ്റോറൻറ്റിലോ എവിടെയും പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഇതാണ്ട ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് നന്നായി പൊന്തി വരും. ഇതാ ഞാനെല്ലാം റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് പരത്തിയെടുക്കാം. ലേശം മൈദമാവ് തടവിയിട്ട് നമുക്ക് വേഗം വേഗം പരത്തിയെടുക്കാം. ഒരുപാട് കനമില്ലാതെ പരത്തരുത്, ഒരു ലേശം കനം വേണം. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാതെ എടുക്കാം കേട്ടോ വെജിറ്റബിളൊക്കെ. ഞാനൊന്നും ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലിടുന്നത്. കണ്ടോ, ഈ കട്ടിയിലെടുത്തിട്ട് നമുക്ക് ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാം.
നമ്മളുണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറും, അത്ര തന്നെ ഉള്ളൂ. എന്നാലും നന്നായി പൊള്ളച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസാണ്. ഈ കുബൂസ് വെറുതെ മയോണൈസിൻ്റെ കൂടെയും കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനെല്ലാം ചുട്ടെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചതിൽ വെജിറ്റബിളിൽ ഞാൻ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പൊരിച്ച് വെച്ച ചിക്കനും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി ഇളക്കുക. എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച കുബൂസിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ മസാല, കുബൂസിനുള്ള മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ചുരുട്ടി കൊടുക്കുക. അങ്ങനെ ചുരുട്ടി കൊടുക്കുക. അതിന് ഇതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് പൊതിയാൻ ഞാനിപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ പോകണം. അതുകൊണ്ടാണ് ഇതാണല്ലോ നല്ല രസം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.